നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ശ്രീ ശശി തരൂർ മാറിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെയും പണ്ഡിതന്റെയും ഒരു തരം വ്യാഖ്യാനവും ശ്രീ ശശി തരൂരിന്റെ പ്രാമുഖ്യത്തെ അപ്രസക്തമാക്കുന്നതല്ല. 2026 തെരഞ്ഞെടുപ്പിന് ഇനിയും 10 മാസമുള്ളതിനാൽ ശ്രീ ശശി തരൂർ തന്റെ രാഷ്ട്രീയ നിലപാട് നിലവിൽ വ്യക്തമാക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ചിലപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ അത് കഴിയുന്നത് വരെ ശ്രീ ശശി തരൂർ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനാണ് സാധ്യത. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ ഫലം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തി ദൗർബല്യങ്ങളും ജനപിന്തുണയും വ്യക്തമാക്കുന്നതായിരിക്കുമല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേടിയ 20% വോട്ട് നിലനിർത്തുവാൻ സാധിച്ചാൽ ശശി തരൂർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി NDAയിൽ ചേരുകയും ശ്രീ ശശി തരൂരിനെ NDA സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിലെ രാഷ്ട്രീയം ഇനി ശ്രീ ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ദേശസ്നേഹി അടിവരയിട്ട് പറയുന്നു. ജയ് ഹിന്ദ്.